നമസ്കാരം. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ഷാഫി പറമ്പിൽ അദ്ദേഹം ശരത്ചന്ദ്ര പ്രസാദിനായി വോട്ട് ചോദിക്കാൻ നിന്നതിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ദേ നോക്കിയേ, അതെ, നാടകവണ്ടി. ആരാണ് ആ ക്യാപ്ഷൻ കൊടുത്ത് ഷാഫി അതിനകത്ത് നിർത്തിയത്? അയാൾക്ക് ഒരു അഭിനന്ദനം അർഹിക്കുകയാണ്. കാര്യം ഇതിനേക്കാൾ മികച്ചൊരു ക്യാപ്ഷൻ ഇനി കൊടുക്കാനില്ല. മുഴുവൻ നാടകമാണല്ലോ. ശരത്ചന്ദ്ര പ്രസാദിന് വോട്ട് നേടാൻ വരുമ്പോഴത്തേക്കും ഷാഫി എന്ന കാപട്യത്തെ തുറന്നു കാണിക്കാൻ ആരോ ആഗ്രഹിച്ചിരുന്നു, ആരോ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാടകവണ്ടി എന്ന ക്യാപ്ഷനിൽ ജനങ്ങളുടെ മുന്നിൽ വന്ന് നാടകം കളിച്ചിട്ട് പോയിരിക്കുന്നത്. അതായത് അടിമുടി നാടകമാണല്ലോ, ഒന്നും റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ നാട്ടിൽ ചില സിനിമകൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു ക്യാപ്ഷനായിട്ട് എഴുതി കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളെല്ലാം തികച്ചും സാങ്കല്പികമാണ്. ആ സാങ്കല്പികം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ കാട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുന്ന പല കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. അത് അവർ ജനങ്ങളുടെ മുന്നിൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നതാണ് നാടകവണ്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങളോട് നമ്മൾ ഈ പറയുന്നതെല്ലാം നാടകത്തിലെ ഡയലോഗ് മാത്രമാണ്. പിന്നീട് ഒരിക്കലും ഇതിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്. വരുന്ന സന്ദർഭത്തിൽ അന്ന് ആ വണ്ടിയുടെ തലവാചകം വായിച്ചില്ലേ എന്ന് ചോദിക്കും. അതായത് ഇത് മുഴുവൻ നാടകമാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം നാടക ഡയലോഗിനപ്പുറം ഒന്നും റിയാലിറ്റിയുമായി ബന്ധമില്ല എന്ന് കൃത്യമായിട്ട് നാളുകളിൽ അവർക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടിയുള്ള തന്ത്രം പയറ്റിയിരിക്കുന്നതായിട്ടാണ് ആ ദൃശ്യം കണ്ടപ്പോൾ മനസ്സിലായത്. എന്തായാലും കാപട്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന രീതികൾ നോക്കണേ. ശരത്ചന്ദ്ര പ്രസാദ് എന്ന വ്യക്തി അദ്ദേഹത്തെ കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് ബലിയാടാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് വി മുരളീധരന് ജയിക്കാൻ ഒരു കൈസഹായമാണോ എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഈ മണ്ഡലത്തിൽ നിലവിൽ ഇടതുപക്ഷം വിജയിച്ചു വരുന്നത്. നേരത്തെ കോൺഗ്രസ് വിജയിച്ചിരുന്ന മണ്ഡലം കൂടിയാണ്. എം.എ. വാഹിദ് എന്ന വ്യക്തി തുടർച്ചയായിട്ട് 3 വട്ടം ഇവിടെ MLA ആയതാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം വീണ്ടും MLA ആയി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 10 വർഷം കടകംപള്ളിയിലൂടെ ഇവിടെ തുടർ വിജയം സ്വന്തമാക്കുമ്പോൾ കോൺഗ്രസിന്റെ ഇന്നത്തെ വോട്ട് നിലയെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നലകളിൽ എം.എ. വാഹിദിന് ഈ നാട്ടിൽ കിട്ടിയിരുന്ന വോട്ടുകൾ അത് മുഴുവൻ BJPയിലേക്ക് ലയിച്ചു കഴിഞ്ഞു. അതായത് കൈ കൂമ്പി 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 ഏകദേശം കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം താമരയാകുന്ന സാഹചര്യമുണ്ട്. ആ താമരയായി കഴിഞ്ഞപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ 20% താഴേക്ക് വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ പിടിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണോ ശരത്ചന്ദ്ര പ്രസാദിനെ മത്സരിപ്പിക്കുന്നു എന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഷാഫിയെ പോലൊരു വ്യക്തിയെ കൊണ്ടുവന്ന് ന്യൂനപക്ഷ വോട്ടുകൾ അത് പിളർന്ന് നേരെ ഇടതുപക്ഷത്തിലേക്ക് ചെന്നാൽ അവിടെ CPM വിജയിക്കുകയാണെങ്കിൽ ഷാഫി ഇറക്കിയുള്ള ലക്ഷ്യം ആ വോട്ട് പോകാതെ BJPയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് BJPക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാര്യം 25,000-ഓളം വോട്ട് ഈ മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ട്. ആ വോട്ട് BJPക്ക് നേരിയൊരു ആശങ്കയാണ്. ആ വോട്ട് ഒരു കാരണവശാലും BJP ജയിക്കുമെന്നൊരു സാഹചര്യത്തിൽ നേരെ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യാതിരിക്കാൻ ഷാഫിയെ കൊണ്ടുവന്നുള്ള ഒരു ജാഗ്രതയാണ് ഇവിടെ കോൺഗ്രസുകാർ നടത്തി എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. എന്തായാലും ആ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ നാടകവണ്ടി എന്ന രീതിയിൽ നാടകം കളിക്കാൻ വരുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ തോൽവി ഉറപ്പായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിലേക്ക് കേന്ദ്രീകരിച്ച് BJPക്ക് തോൽവി ഉണ്ടായി പോകരുത് എന്നുള്ള ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇടനിലക്കാരനായിട്ട് ഷാഫി ഇവിടെ വന്ന് നാടകവണ്ടിയിൽ കയറി ഈ അഭിനയം അരങ്ങേറിയതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്.